അസ്സലാമു അലൈക്കും. ഇരു ലോകത്തുമുള്ള ഹാജത്തുകൾ നേടാനും അതുപോലെ തന്നെ സിഹറിൽപ്പെട്ട് ആരോഗ്യനില നഷ്ടപ്പെട്ട ആളുകളുണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷ പ്രാപിക്കാനും വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറയാം. ഇദ്രീസിയ എന്ന ഇസ്മുകളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അത്ഭുതങ്ങളുടെ കലവറയായ 40 ഇസ്മുകൾ ആദ്യമായി എഴുതി ഓതിയത് ഇദ്രീസ് നബി അലൈഹിസ്സലാമാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇദ്രീസ് അലൈഹിസ്സലാമിന് അദ്ദേഹത്തിൻ്റെ കൗമുകൾക്ക് നബിയായി അയച്ചു. അക്കാലത്ത് ജനങ്ങൾ വലിയ സിഹറിൻ്റെ പണിക്കാരാണ്. അപ്പോൾ നബിക്ക് അംഗീകരിക്കുന്നതിന് പകരം അവരെന്താ ചെയ്തത്? നബിക്ക് ശക്തമായ സിഹർ പണികൾ ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ദൈനംദിനം മോശമായിക്കൊണ്ടിരുന്നു. അങ്ങനെ മോശമായ സ്ഥിതിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് അള്ളാഹു ഇദ്രീസ് അലൈഹിസ്സലാമിന് 40 ഇസ്മുകളെ പഠിപ്പിച്ചു കൊടുത്തു. അദ്ദേഹം ഇത് പതിവായി ഓതിയത് കൊണ്ട് എന്താണ്? സകല ആപത്തുകളിൽ നിന്നും അദ്ദേഹത്തിന് രക്ഷ പ്രാപിക്കാനുണ്ടായി. ഇനി മറ്റൊന്ന് പറഞ്ഞുതരാം. മുത്തു നബി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിയുടെ മകൻ ഹസൻ റളിയല്ലാഹു പറഞ്ഞിരിക്കുന്നത്, ഒരാൾ 3 ദിവസം നോമ്പ് പിടിച്ച് പുതിയ തുണിയെടുത്ത് കണ്ണിൽ സുറുമയിട്ട് എല്ലാവരും ഉറങ്ങിയ ശേഷം എഴുന്നേറ്റ് ഒറ്റക്കൊരു സ്ഥലത്തിരുന്നു കൊണ്ട്, ആരും ഉണ്ടാവാൻ പാടില്ല കേട്ടോ, ഒറ്റക്കൊരു സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ ഇരിക്കുക. എന്നിട്ട് ഈ 40 ഇസ്മുകളെ ഓതി ഹാജത്തിനെ ചോദിച്ചാൽ 2 ലോകത്തും, അതായത് ഇരു ലോകത്തുള്ള ഹാജത്ത് നമ്മുടെ മനസ്സിൽ എന്തായിരുന്നാലും അത് നിറവേറും എന്നതിൽ സംശയം വേണ്ട എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമായല്ലോ. നിങ്ങൾ ഇതെന്തായാലും ചെയ്ത് നോക്കുക. ഇതൊരുപാട് അത്ഭുതങ്ങളുടെ കലവറയാണ്. എന്താ ഇതിൻ്റെ പേര്? അർബായിനിൽ ഇദ്രീസിയ. ഇതുകൊണ്ട് ഒരുപാട് ശ്രേഷ്ഠത ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഇൻഷാ അല്ലാഹ്.